ഹായ് ഗൈസ്. ഹായ് ഗൈസ്. ഇന്ന് നിങ്ങൾക്ക് ഒരു സ്ക്രീൻ കെയർ റൊട്ടീനാണ് നമ്മൾ കാഴ്ചവെക്കാൻ പോകുന്നത്. അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ നേരത്തെ തുടങ്ങി. അതിന്റെ കൂടെ ഒരു ടിപ്പ്, ഒരു സ്കിൻ കെയർ റൊട്ടീനും കൂടെ. എല്ലാരും സ്കിൻ കെയർ പ്രോട്ടീൻ. ഈ കൈ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഫിംഗറിലല്ലേ? അത് 3 ഫിംഗറിൽ. ഇപ്പൊ നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അല്ലേ, പുറത്തിറങ്ങുകയാണെങ്കിൽ എല്ലാരും വേറൊരു കാര്യം നോക്കുക, നല്ലത് വാങ്ങുക. ഇതുപോലെ ചൊറിയണ ഡിസ്കൗണ്ട് ഇടുന്ന സാധനങ്ങൾ വാങ്ങരുത്. അപ്പോൾ ഇന്ന് പെരുന്നാൾ പ്രമാണിച്ച് നമ്മൾ അടിപൊളി ഒരു ബട്ടൺ ബിരിയാണി, ചിക്കൻ ഫ്രൈ. പിന്നെ എല്ലാവർക്കും ഹാപ്പി പെരുന്നാൾ, ആശംസകൾ. ആശംസകൾ. അപ്പൊ നമുക്ക് മട്ടൻ ബിരിയാണിയിലോട്ട് കടക്കാം. മട്ടൻ ബിരിയാണി ഒരു ഭയങ്കര വലിയ പ്രോസസ് ആണ്. വെയില് പോലും തെറവണങ്ങൾ അടിച്ചുകൊണ്ടാണ് നമ്മൾ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളുണ്ട്. അപ്പൊ അഖിൽദാസ് 5 വെള്ളം കഴിവെന്ന് പറഞ്ഞ മട്ടൻ നമ്മൾ ഒന്നുകൂടെ കഴിവേണ്ടി വന്നു. അങ്ങനെയൊന്നുമല്ല, നല്ലവണ്ണം കഴിയായിരുന്നു. അപ്പൊ കഴിവിയ മട്ടൻ ഇടയ്ക്ക് ഇവര് കൊണ്ടുവന്നപ്പോഴെന്തോ മാറ്റാണ്. കുറച്ച് തടിയിലെ ഇടപെടല് കണ്ടോ? സൂപ്പർ. ഇന്നത്തെ ജോലി അതാണ്, പിടിച്ചോണ്ട് ഭയങ്കര കരുതലാണ്. നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ മീനിന് കൊടുക്കാം അല്ലേ? ബാക്കിയുള്ള മീൻ, കുളത്തിലെ മീനൊക്കെ ഇപ്പൊ 5-6 ഉണ്ടാവുള്ളൂ. ഈ ബാക്കി ഇങ്ങനെ ഓരോ കൊടുത്തു കൊടുത്തതെല്ലാം തീർന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് മാരിനേറ്റ് ചെയ്യാം. മട്ടൻ മാരിനേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഉപ്പിങ്ങനെ വാരിയിടുക. ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഇനി കുറച്ച് കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ. 3 ഇത് നമുക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് കുഴയ്ക്കാം. യൂഷ്വലി നമ്മളിത് കുക്കറിലിട്ടാണ് വേവിക്കാനുള്ളത്. ഒരു 3-4 വിസിലടിക്കുമ്പോൾ അത് നന്ദുമോൻ അത് ഇഷ്ടമല്ല. വേവിക്കണതിന് എതിരാണ് നന്ദു. ഇറച്ചിയൊന്നും വേവിക്കണ അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് കുക്കറിലിട്ടാണ് വേവിക്കണമെങ്കിൽ വെള്ളം ഒഴിക്കണ്ട. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. കുക്കറിലാണെങ്കിൽ ഒരു 3-4 വിസിലൊക്കെ വേണ്ടി വരും. മുറ്റുള്ള മട്ടനാണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് നേരം നോക്കാം. വേവ് വരണവരെ വേവും പറയാമല്ലോ. നമ്മൾ വേവണ സമയത്ത് ഇഞ്ചി അരിയാനുണ്ട്, വെളുത്തുള്ളി അരിയാനുണ്ട്, സവാള അരിയാനുണ്ട്, പച്ചമുളക് നുള്ളാനുണ്ട്, മല്ലിയിലുണ്ട്, കരിയേപ്പിലുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. എല്ലാം ഉണ്ട്. ചെയ്യാവുന്നതാണ്. എന്നിട്ട് പിന്നെ അത് ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നേരത്തെ ചിക്കൻ ഫ്രൈക്കുള്ള മസാല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുളക് പൊടി ഇടണം. എരിയുള്ളതാണോ എരിയില്ലാത്തതാണോ കണ്ടിട്ട് അപ്പോൾ കുറച്ച് കൂടുതലിടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് കുറച്ച് കുരുമുളക് ഇടും. കുറച്ച് ഇനി ഗരം മസാല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നു. അത് എടുക്കാൻ മറന്നു. എടുത്തേ പറഞ്ഞു തന്നാ ഉണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ കുറച്ച് നാരങ്ങ നീര് ഇങ്ങനെ പിഴിഞ്ഞിട്ട് ചിക്കൻ ഇട്ടാല ചില്ലി ഗാർലിക് ഇട്ടില്ല. ഇട്. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി, കുറച്ച് ഇതും കൂടി. പിന്നെ ചിക്കൻ അതിലേക്ക് നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, നമുക്കിനി ഈ ബിരിയാണിയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ സവാള വറുത്ത് പോരാം. ഫസ്റ്റ് ചീനിച്ചട്ടി വെച്ചിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഈ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. അവൻ്റെ പൊട്ടിപ്പ് ഓക്കെ. ഇനി ഇതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നീ ഇതിലിട്ട് വറുത്തെടുക്കുമോ? യെസ്. ഇനി നമുക്കിപ്പം സവാള വറുത്തങ്ങ് കോരാം. നമുക്കിനി സവാള അങ്ങ് വറുത്തങ്ങ് കോരാം. ക്രിസ്പി ആയല്ലോടാ, കഴിച്ചു നോക്കടാ.
നമുക്കിനിയിപ്പോ അടുത്തത് കിസ്മിസ്. കിസ്മിസ് വറുത്ത് കോരാം. കോരിയെടുക്കാം. അയ്യാ എണ്ണ തെറിച്ച് ഇവൻ എന്ന് പൊള്ളലാണല്ലേ അത് പെട്ടെന്ന് 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 എടുത്തു ഒരു നിമിഷം കൊണ്ട് അത്രയില്ല. ഇല്ല പെട്ടെന്ന് അങ്ങ് താഴ്ത്തി കോറ. അല്ലെങ്കിൽ വെറുതെ മാറ്റണം. കരിഞ്ഞത് എടുത്ത് മാറ്റുക. ഒരു വെളിയിലൊക്കെ ഇടും. എടാ ഇത് ഉണക്കാൻ തീരെ ചൂട് മാറും. കപ്പലണ്ടിയാണ് കരിക്കല്ലേ എന്ന് പറഞ്ഞില്ലേ പെട്ടെന്ന്. എടാ നീ അതിലോട്ട് തട്ടിയിട്ട് താഴ്ത്തിയാ മതിയായിരുന്നു. നമുക്ക് അണ്ടിപ്പരി വിടാം. വണ്ടി പരുത്ത നല്ല അത് കൊള്ളാം, ഒരു ഗോൾഡൻ ബ്രൗൺ. ഇത് കറക്റ്റാ. ഏകദേശം കൊള്ളാം. അതാരും തിന്നല്ലേ, എനിക്ക് വേണം. ഇല്ല തുറന്ന ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ, കൊള്ളാം. എനിക്കും തിന്നാൻ തോന്നുന്നു. അത് ചൂട് മതി, നിങ്ങൾ അവിടെ നെനീച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മതി അവിടെ നെനീര്. ഇതെന്തോടെ പറക്കി നീ അവിടെ കൊണ്ടുപോകും, വീട്ടിൽ കൊണ്ടുപോകാം. നമ്മൾ ഗാർണിഷ് ചെയ്യാൻ ലൈറ്റ് ഒക്കെ വറുത്ത് കോരിയിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്ക് ഓരോ പപ്സ് നിന്നിട്ടൊരു ബ്രേക്ക് എടുക്കാം. ചൂട് ഒഴിവ് ദിവസങ്ങളിൽ ഒഴിവ് ദിനങ്ങൾ എന്തെങ്കിലും അപ്പൊ നമുക്കിനി മട്ടന്റെ മസാല തയ്യാറാക്കാം. അതിനാദ്യം ഈ ബേ ലീവ്സ്, കറുകപ്പട്ട, ഗ്രാമ്പു ഒക്കെ എടുത്ത് നേരത്തെ എണ്ണയിൽ അങ്ങ് ഇടുക. എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ മുളക് ഈ ഉള്ളി വറുത്തരച്ച ഉള്ളിയല്ലേ, സവാള. സവാള സവാള ഇടാം. സലാഡിനുള്ളത് ബാക്കി വെച്ചിട്ട് നിങ്ങൾക്കുള്ള ഇടാം. സൂപ്പർ. ഓക്കെ, നമുക്കിത് സോർട്ട് ചെയ്യാം. ഇങ്ങനെ കുറച്ച് നേരം സോർട്ട് ആക്കാം. ഗോൾഡൻ ബ്രൗൺ വരണ്ടേ? കുറച്ച് മസാല പോലെ ആവും. അത് മസാല പോലെ ആവോ? ഒരു മസാലയുടെ കളർ വരുമെന്ന്. ഈ സാധനം കൂടെ ഇടാം. ഈ കൂട്ടി ഇടുന്നുണ്ടോ നീ? ഈ സാധനം കൂടെ ഇടാം. അത്ര കൂട്ടണോ? സാധനം പേര് പറ. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെളുത്തുള്ളി മിക്സ് എല്ലാം ഇട്ടണം. മുളക് കൂടി എല്ലാം ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളിട്ട് മുളക് ഇളക്കിയിടേ. അനർത്ഥങ്ങളാണ്. നമ്മളെ മുനിസ്വാമി കുറച്ച് സഹായിക്കണം. ഇത് ബിഹൈൻഡ് ദ സീൻസിൽ നടക്കുന്ന ഒരു കൂടോത്രത്തിന്റെ ഒരു ഭാഗമാണ്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് പച്ചവെള്ളം ഇട്ട് കൊടുക്കാം. കാര്യം മുളക് പൊടി നമ്മൾ അങ്ങനെ ഇട്ടില്ല. അപ്പം കാണാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അരച്ച് ചേർക്കണ്ടേ? വേണ്ട, നമുക്കിതിൽ ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഇനി കുറച്ച് ബിരിയാണി മസാല, ഇനി കുറച്ച് ഗരം മസാല. ഇനി നമുക്ക് കുറച്ച് വെന്തിട്ട് തക്കാളി ഇടാം. കുറച്ചും കൂടി ഇതായിട്ട്. ഓക്കെ, ഇനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നിങ്ങൾക്ക് സാധനം വേണോ? ഇവിടെ വേണ്ട. അയ്യോ അരുണിന്റെ തക്കാളി ഒരു സാധനം ഇടയിൽ ഇതും തരി. ഇത് ടാക്സ് ആണ്. ഒരു 20% ടാക്സ് ഇവിടെ കൊടുത്തിട്ടാണ് എല്ലാം ഇടാം. ഇനി നമുക്ക് കുറച്ച് ഇതും കൊടുക്കണോ? മല്ലി ടാക്സ്. ഇനി കുറച്ച് പുതിന ഇലയും മല്ലി ഇലയും കൂടി അരിഞ്ഞു വെച്ചു. നമ്മളെപ്പോഴും കളർഫുൾ ആയിട്ട് പിന്നെ ഓക്കെ, ഇനി ഈ മസാല നമുക്ക് മട്ടൻ ഇടാം. മട്ടൻ ഇട്ട് നല്ല ചാറല്ല. ഇനി ഇതിൽ നമുക്ക് കുറച്ച് തൈരും കൂടി ഒഴിക്കാം. എന്നിട്ട് മിക്സ് ചെയ്യണം. തൈര് മിക്സ് ചെയ്യും. വലിയ പുളിപ്പില്ലേ? ഓക്കെ, ഇനിയിപ്പോ അടച്ചു വെക്കുക. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. എന്നിട്ട് അടച്ചു ചെയ്ത് വേവണ സമയത്ത് നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. എന്നിട്ട് റൈസ് ഇതിന്റെ മുകളിലിടാം. ഓക്കെ, ഇനി നമ്മൾ കൈമ റൈസ് നമ്മൾ കഴുകുകയാണ്. മണം കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടണ്ട. മോതിരം കറക്റ്റ് എടുക്കും. അതാണ് ഹൈലൈറ്റ്. അത് ബിഗ് ബോസിന്റെ കണ്ണാണ്. കണ്ട നോക്കൂ. അല്ലേ, ഇത്തിരി വെള്ളം ഒഴിക്കൂ. നീ വെള്ളം ഒഴിച്ചാൽ അരി പോയടാ. അരി രണ്ടൊക്കെ പോകട്ടെ. നീ ഇത് കഴുകണം.
ഇനി അരി വേവിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ കഴുകി വെച്ച വെള്ളം ഇനി തിളയ്ക്കുന്ന വെള്ളം കഴുകി വെച്ച റൈസ് കൈവ റൈസ് ഇത് നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ഇടുകയാണ്. കണ്ട തിളച്ച വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഉപ്പും കറുകപ്പട്ടയും കറുവാപ്പട്ട, ഗ്രാമ്പു, പട്ട, പിന്നെ തെരളീരയല്ല അത് കറുവപ്പട്ട, പിന്നെ നമ്മൾ കുറച്ച് ഇത് വെള്ളം വയ്ക്കുവാ അരി വെള്ളം പോവാ. അച്ചടക്കത്തോടെ ഇടും. ഇല്ല സാധാരണ പറഞ്ഞിട്ടുള്ള അച്ചടക്കത്തും അരിമണികളിലും അച്ചടക്കം കൈ ഉണ്ടെങ്കിൽ കുറച്ച് വൃത്തി ഓഫ് സ്ക്രീനിൽ എന്നിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് കൈ കൊണ്ട് വരും. നിങ്ങൾ പോയതിന് ശേഷം അങ്ങനെ കുറച്ച് കയ്യിലും കൂടെ അല്ല അത് പൊതുവെ ചെയ്യണായിരിക്കല്ലോ. നമ്മൾ കൊള്ളാന്ന് പറഞ്ഞ മണ്ടന്മാരാവണം ഉണ്ടായിരിക്കണെന്നുള്ളത്. ഓക്കെ ഇത് നമുക്ക് കുറച്ചേരം അടച്ചു വെക്കാം. ഇത് പെട്ടെന്ന് വേവും. ഓക്കെ അടച്ചു വയ്ക്കും. ഓക്കെ ഇതിരുന്ന് വേവട്ടല്ലേ? ഇതിന് വേവട്ടെ. ഇനി നമ്മള് മൈദ കുഴക്കാൻ പോവാണ്. നമ്മൾ ദമ്മിടാൻ വേണ്ടി ദമ്മില് ഇങ്ങനെ പുറത്തോട്ട് റാപ്പ് ചെയ്ത് വെക്കാൻ നമ്മളെല്ലാം പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ മുകളിൽ കനലിടണം. ഇത് തട്ടിക്കൂട്ട് ദമ്മാണ്. ഇത് വല്ലാതെ വെക്കുക നമ്മൾ. ഗ്യാസ് ഉള്ളതിന് കനല് വേണം. കനല് വേണ്ട, അത് വേറെയാണ്. അതൊരു പഴഞ്ചൊല്ലി തന്നെയാണ്. എന്താ പഴഞ്ചൊല്ലി? ഗ്യാസിന് കനല് വേണ്ട. കനലൊരു തരി. ഒരു ഗ്യാസിന് 100 മാതിരി വേണ്ട അവൻ പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങനെ ഒഴിവാക്കാൻ ഞാൻ തന്നെ ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് നോക്കിയാണ്. നീ അവൻ തന്നെ താങ്ങട്ടെ. പെറോട്ട അടിക്കാനുള്ള സാധനം ഉണ്ട്. ബാക്കിയൊന്നും പൊറോട്ട അടിക്കും. നമുക്കിനി ഈ റൈസ് വെന്താന്ന് നോക്കാം. യെസ്, ഏകദേശം വെന്തു. നമുക്ക് ഏകദേശം ഒന്നും കൂടി ഏകദേശം വെന്ത്. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ ദം ഇടാനായിട്ട് ഇതാക്കി എടുത്തോണ്ട് പോവുകയാണ്. അതെ ഇനി നമുക്ക് ഇതിൽ ദമ്മിടാം. ചൂടുണ്ട്. അരി എടുത്ത് അരി ഇങ്ങനെ ഇതിനകത്തോട്ട് ഫ്രണ്ടില് സ്പ്രെഡ് ചെയ്യണം. മുകളിലിട്ട് ഇങ്ങനെ അതെടുത്ത് ഞാൻ തട്ടിയാ പോരെ? അല്ലടാ ഇല്ല, ഒരു ലെയർ ആയിട്ടല്ലേ ആ കറി അതില് ഇത് പിന്നെ മാറ്റി. എടാ നീ അതിൽ മിക്സ് ചെയ്യണ്ട. മിക്സ് ചെയ്യണ്ട, ഞാൻ തട്ടി ദമ്മ് ബിരിയാണി അല്ല. എടാ പയ്യെ അഖിലേഷ് അല്ല ഞാനും നോക്കണം. അതിനനുസരിച്ച് അരി വീണില്ല. ഒരു റീൽസിന് കുട്ടിച്ചാത്ത സേവയ്ക്ക് ഒരാൾ ജില്ലയിട്ട് ആക്കും. അത് കുറച്ച് ഇളക്കി മസിൽ ചൂട് അവനൊരുമാതിരി മസിലുണ്ടെന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഓക്കെ നമ്മളങ്ങനെ ചോറ് സെറ്റ് ചെയ്ത് ഇതിന്റെ മുകളിലാക്കിയിട്ടുണ്ട്. ഇനി എന്തിനാ ചോറ് കുറച്ചിട്ടുണ്ട്. ഇനി മറ്റേ ഇനി ആ സാധനം കരകരാന്നുള്ള സാധനം ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ ഈ ചോറ്. ഇതിന്റെ പേരെന്തിനാടാ? ഇത് വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പ്. ഇതിൽ അങ്ങനെ ഒരു പേരില്ലല്ലേ? വറുത്ത് കോരി അതെനിക്കറിയാം. ചോറ് കോരിയ അണ്ടിപ്പരിപ്പ് ഇട്ടോടാ. എടുത്തോട് വറുവൽ നീ ഇടാനാണ് പറഞ്ഞത്. ഞാൻ വറുവൽ ഇടാൻ പോവാണ്. എനിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് തിന്നാനല്ല, ഇതിലിടാനാണ് പറഞ്ഞത്. അണ്ടിപ്പരിപ്പ് ഉള്ളി മാത്രം. ഉല്ലാസം അണ്ടിപ്പരിപ്പ് തിന്നണം. ഉല്ലാസിന് എവിടെ അണ്ടിപ്പരിപ്പ്? ഞാൻ എടുത്ത് ഞാൻ ഷൂട്ട് ചെയ്യണം ഇവിടെ. നിങ്ങൾ എന്തിനാണ് അവന്റെ കൈ തിരിക്കണ്ടോ? അണ്ടിപ്പരിപ്പ് മറ്റത് കുറച്ച് അണ്ടിപ്പരിപ്പ്. എടാ ഉള്ളി എടുത്ത് അറ്റത്ത് കവർ ചെയ്താൽ ഞാൻ ഈ അണ്ടിപ്പരിപ്പ് എടുത്തോട്ടെ കുറച്ച് അറ്റത്തൊക്കെ ഇടാം. ഇടാനടാ ഇവിടെ തിന്നാനല്ല. കരിഞ്ഞു. ഇത് രണ്ടാ ഇത് കരിഞ്ഞോടാ. കുറച്ചുകൂടെ എടുത്തോ. കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചോ. കുറച്ച് നെയ്യ് ഒഴിക്കാം. ചോറിനെക്കാട്ടി അണ്ടിപ്പരിപ്പ് കൂടുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി മുകളിൽ ഇട്ടാൽ മതി. ഗരം മസാല. ബിരിയാണി മസാല. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ദമ്മിടാം. എത്ര നേരം എടുക്കും? ഒട്ടിക്കാൻ അത് ശ്രദ്ധിച്ചൊട്ടിക്കണം. ശ്രദ്ധിച്ചൊട്ടിക്കൂ. ഇല്ല ചേട്ടൻ ഒട്ടിയില്ല അങ്ങോട്ട്. ഇതിന്റെ മണ്ടയിൽ വൈ ഇങ്ങനെ വൈ ബൂർഷ്ട സ്വഭാവം എടുക്കല്ലേ ഉല്ലാസ പണിയെടുക്കണം. എവിടെ കുഞ്ഞിട്ട് എടാ ഇത് കഴിവ് ഞാനാണ്ടാ. എന്ത് കഴിവ്? ഓ അങ്ങനെ. ഓ അത് ശരിയാണ്. ഇന്ന് അവൻ കഴിവ്. ശരി ഇങ്ങനെ പണിയെടുത്തടാ. അപ്പൊ എല്ലാ ദിവസം പണിയെടുക്കലോ നീ സമ്മതിച്ചു? മൈദയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എടാ അവിടെ വയ്ക്കുന്നതിനെ ഒട്ടിച്ചോട്ട് പോവാ. അത് വലിക്കാനുണ്ടല്ലേ? വലിക്കാതെ റബ്ബർ ബാൻഡ് ലാഭിക്കാനില്ല, അതിന് കുറെ ഉണ്ട്. നീ ലാഭിക്കണ്ട. ഒട്ടിച്ചോ ഒട്ടിച്ചു, ആവശ്യത്തിന് ഒട്ടിച്ചു. നോക്കാല്ലേ രസമുണ്ടല്ലോ. അത്ര രസമില്ല. അത് കയ്യിൽ നിന്ന് പിടി വിടുന്നില്ല അങ്ങോട്ട്. ആ ഒരു ഒട്ടലിന്റെ ഒരു ഇത് കയ്യിൽ നിന്ന് പോകുന്നില്ല.
ഇതിന്റെ വെനം. ഇത് ബിരിയാണിയിൽ യെസ്, അങ്ങനെ മൈദ ഒട്ടിച്ചിരിക്കുകയാണ്. അതെ, ഏറ്റവും പെർഫെക്റ്റ് ഈ ബിരിയാണി അവിടെ എന്താണ് അത്രയും വലുത്? ഇത്രയും വലുത് അവിടെ ജോയിന്റ് ചെയ്യാം ഗ്ലീസിന്റെ. വെക്കണേ. ആ ഓക്കെ, നമ്മളിനി അടപ്പിട്ട് അടക്കുകയാണ്. അടച്ച് യെസ് യെസ്. അടച്ചിട്ട് ഇനി ഇതിങ്ങനെ വെച്ചേക്കോ? ഇനി ഇതൊരു 10-15 അരമണിക്കൂർ ഇങ്ങനെ വെച്ചേക്കോ അല്ലേ? ഓക്കെ, അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ ദമ്മിട്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് പൊരിക്കാം. എന്തൊരു പൊരിക്കാൻ? ചിക്കൻ പൊരിക്കാം. ആ, ചിക്കൻ പൊരിക്കാൻ പോകണം. എന്തൊരു പൊരിക്കാന്ന്. ഇത്ര നേരം അവിടെ മസാല ഇട്ട് വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഇന്ന് അടിപൊളി ഇന്നത്തെ സ്പെഷ്യൽ സാധനം അതെ, ചിക്കൻ ഫ്രൈ. ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ. അവിടെ ദമ്മ് ആവണ സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. നല്ല വെളിച്ചെണ്ണയിൽ ഇപ്പൊ ചൂടാക്കി ഇടും. അതിന് ആദ്യം കുറച്ച് ഫ്ലേവറിന് വേണ്ടിട്ട് ഇല. എടാ കണ്ണ് മാറ്റിക്കോടാ. ഓരോന്നായിട്ട്. ആഹാ. ആ, എടാ അത് അതിന്റെ മണ്ടയിൽ കയറി. അത് മാറ്റിയിടുക. രണ്ട് കഷ്ണം ഒരുമിച്ച്. വീട്ടിൽ എണ്ണ കാച്ചണതിന്റെ ഒരു മണം. ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കണം. തല മതിയടാ, മതി മതി. കറിവേപ്പില ഇട്ടോണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റ് ചിക്കൻ ഫ്രൈ കോരി എടുക്കാം. നല്ല ജ്യൂസി ആണെന്നാണ് തോന്നുന്നത്. അത് കഴിക്കാൻ എങ്ങനെ പറയും? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇതിന്റെ ബാക്ക് എൻഡിൽ നമ്മൾ കഴിച്ചായിരുന്നു ചെറുതായി. ഒരു പീസ് എടുത്ത് കഴിക്കും. നീ അറിയാതെ അവിലേ അതെങ്ങനെ നീ അറിഞ്ഞു? അതെങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഗൈസ്, നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡിയായി. ഇനി നമുക്ക് ഫ്രൈയും ദമ്മും കൂടി പൊട്ടിക്കാം അല്ലേ? ഓക്കെ. ആ ഫ്രൈ ഫ്രൈ എങ്ങനെ പൊട്ടിക്കോടാ? ഫ്രൈയുടെ കൂടെ ദം ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ പൊട്ടിക്കോട്ടെ. ക്രിസ്പിന് കാണിച്ചോ. ചിക്കൻ്റെ ഒരു ബെയ് റോൾ തന്നെ നമുക്ക് എടുക്കാം. അല്ല, ഇന്ന് അല്ലെങ്കിൽ ശരിയാവില്ല. ഓ, അതിനെ എടുത്ത് തിന്ന് ആ പറ്റും പറഞ്ഞ്. അല്ല, അത് കാണിക്കാൻ വേണ്ടിയല്ല, കഴിക്കാൻ വേണ്ടിയല്ല. അതിന്റെ ക്രിസ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വേണ്ടി, വീഡിയോക്ക് എനർജിക്ക് വേണ്ടി തിന്നതായിരിക്കും. എല്ല് മാത്രമേ കിട്ടിയുള്ളൂ ഗൈസ്. എല്ലിന്റെ ക്രിസ്പിനെസ് കാണിച്ചു. എന്ത് വാടേ അരിതാ. നല്ല രുചിയുണ്ട് കേട്ടോ. ബീറോള് കിട്ടിയില്ലേ? ഓക്കെ, ഇനി ദമ്മ് പൊട്ടിക്കാൻ. ദമ്മ പൊട്ടിക്കാം. ദമ്മ എങ്ങനെ നമ്മള് നല്ല സെറ്റ് ആയിട്ടാണ് ഒട്ടിച്ചു വെച്ചത്. അതുകൊണ്ട് ഇനി ഇളവൊന്നും എനിക്ക് തോന്നുന്നില്ല. കുറച്ച് മാവ് അങ്ങോട്ട് പോയി. കുറച്ച് മാവ് അകത്തോട്ട് ഇറങ്ങി. കുറച്ച് മോമോസും കൂടെ ഉണ്ട് നമുക്ക് ഇതിനോട്. ഇത് ആരുടെ അമ്മാവ് അതിന്റെ അകത്തിട്ടത്? മാമനല്ല, മോമോ. എന്തിനാ ഇത്? അത് കുഴച്ചതിന്റെ പ്രശ്നമാണ്. വിനുവിന് ഒരു ഇലയപ്പം കിട്ടി. കണ്ടുപിടിച്ചല്ലടാ. വിനുവിന് ഇലയപ്പം കിട്ടി. ഇത് മീനോട് കട. നീ മൈദ തിന്നുമല്ലേ? ബിരിയാണി വിളമ്പണ ഒരു കലയും കൂടെയാണ്. അത് ശ്രീകാന്ത് കാണിച്ചു തരും. ശ്രീകാന്ത് ഒരു കല. ആദ്യം താണ്ട വെള്ള ഇത് ചെയ്യണം. വെള്ള ഇത് അരി റൈസ് പുല്ല്. ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ അതിന്റെ കലാകാരൻ. നല്ല പുഴ എല്ലാം കിട്ടും. ചിക്കൻ ഫ്രൈ എടുത്തില്ലല്ലോ. ചിക്കൻ ഫ്രൈയുടെ എടുത്ത് നോക്കി. ചിക്കൻ ഫ്രൈ കൈകട ദാസ ഇങ്ങനെ നോക്കി മാറും. എത്ര മട്ടം വെച്ചോണ്ടിരിക്കുക. കൂടുതലാണോ കുറവാണോ? ബാക്കിയുള്ള അളവ് നോക്കിക്കൊണ്ടിരിക്കാതെ കഴിക്കണം. ഇതിലുണ്ട് കുറെ മട്ടൻ പീസ്. അത് എല്ലാണെന്ന് കണ്ടറിയാം. മട്ടൻ പീസ് കൂടുതൽ വെച്ചോ. ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ ഒന്നും ഇങ്ങനെ എടുത്തിട്ടോ കടിച്ച പീസാരോ. കൊള്ളടാ, ഹാപ്പി ആയില്ലേ? കുറച്ച് വർക്ക് എടുത്താൽ മതി. നല്ല എല്ലും പീസ്. ഒരു കാല് ഇന്നതാ കറക്റ്റ് വാരിയല്ലേ. ഇതെടുത്തു. എല്ലാവർക്കും സലാഡ് കുറച്ച് ഇവിടെ സൈഡ് വെച്ചാൽ മതി. മതി ഒരു കാലായിരുന്നു, ഫുള്ളൊരു കാലാണ്. ആ, അവനും കിട്ടി. കുറച്ച് സലാഡ് എടുക്കുക, പിന്നെ നമ്മുടെ മസാലയും കൂടെ കൂട്ടി കുറച്ച് ചിക്കനും ഒക്കെ കൂട്ടി അടിപൊളി കഴിച്ചു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അല്ലേ? എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിരുന്നു. പെരുന്നാളായിട്ട് നമ്മള് നല്ലൊരു മട്ടൻ അടിച്ചു പൊളിച്ചു. സൂപ്പറായിരുന്നു. മട്ട ഇല്ലെങ്കിലും എന്താ കുറച്ച് റൈസിൽ സലാഡ് ഇങ്ങനെ എടുത്തിട്ട്
പക്ഷെ മട്ടൺ കൂടെ ചേരുമ്പോഴാണ് അതിന്റെ ഒരു അല്ലേ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ മട്ടൺ ഇതാവൂടാ കൊളസ്ട്രോൾ, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കണല്ലേ. എന്നിട്ട് ഞാൻ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. നല്ല എളുപ്പമാണ്. രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 5 മണിയൊക്കെ മതി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ ബൈ.